ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇതൊരു വർക്കിംഗ് ഡേ ആണ്. അപ്പം ഞാൻ വർക്ക് ഫ്രം ഹോം എടുത്തേക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. ഓഫീസിൽ പോകണ്ട, വർക്ക് ഫ്രം ഹോം എടുക്കും. ഒരാഴ്ച ഞാൻ വർക്ക് ഫ്രം ഹോം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമാണ്. കാരണം വീട്ടിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിവിടെ ഉണ്ടാവണം. അതുകൊണ്ട് വർക്ക് ഫ്രം ഹോം എടുത്തതാണ്. പിന്നെ ഞങ്ങൾക്ക് ആക്ച്വലി മാസത്തിൽ 10 ദിവസം മാത്രം ഓഫീസിൽ പോയാൽ മതി. ബാക്കി നമുക്ക് വർക്ക് ഫ്രം ഹോം എടുക്കാം. അല്ല, പോകുന്ന ദിവസവും നമുക്കൊരു 3.5 hours ഇരുന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി സൗകര്യമാണ്. അങ്ങനെ രാവിലെ ഞാനിന്ന് നേരത്തെ എഴുന്നേറ്റു കേട്ടോ. നേരത്തെ എന്ന് പറയുമ്പോൾ സാധാരണ ഞാൻ ഫ്ലാറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. പക്ഷേ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ അമ്മയുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഫുഡ് കുക്ക് ചെയ്യും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ 9:30 മീറ്റിങ്ങിന് ഞാനൊരു 8 ആകുമ്പോൾ എഴുന്നേൽക്കുക, റെഡിയാവുക, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക, മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്ന് ആക്ച്വലി അമ്മയ്ക്ക് ചെറിയൊരു ഫീവർ ആയിട്ടുണ്ടായിരുന്നു തലേന്ന് നൈറ്റ്. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ വിചാരിച്ചു രാവിലെ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ രാവിലെ ഒരു ക്ലോക്കിനകത്ത് ഏകദേശം സമയം കാണാം. ഞാനൊരു 5:40 അലാം വെച്ചത്. അപ്പം ഇതിപ്പം 5:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേക്കും എഴുന്നേറ്റു. പിന്നെ ഞാൻ പുതിയൊരു ബോട്ടിൽ വാങ്ങി കേട്ടോ. ആക്ച്വലി ഇത് ബോട്ടിൽ ഞാൻ വാങ്ങിയതല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങി തന്നെയാണ്. അപ്പോൾ അതിനകത്താകുമ്പം ഞാൻ അല്ലെങ്കിൽ ഞാൻ നല്ല വെള്ളം കുടിക്കും. ബട്ട് അതിനകത്താകുമ്പം കുറച്ചുകൂടെ ഫാൻസി ലുക്കുണ്ടല്ലോ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് മനസ്സിലായി എന്താണെന്ന് പറയുന്നത്, നമ്മൾ എന്ത് പുതിയ സാധനം വാങ്ങിച്ചാലും അതിൻ്റെ ഒരു പുതുമ വരെ ഉണ്ടാവുള്ളൂ. കുറച്ച് ദിവസത്തേക്ക് അതിൻ്റെ ഒരു പുതുമ ഉണ്ടല്ലോ, അത് കഴിയുമ്പോഴത്തേക്ക് അത് ആസ് യൂഷ്വൽ അത് നമ്മളുടെ ഒരു ലൈഫിൻ്റെ പാർട്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ പാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ആ പുതുമ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റു, ബ്രഷൊക്കെ ചെയ്തു, പിന്നെ ഫേസ് വാഷ് ഇട്ടു. ഞാൻ പുതിയൊരു ഫേസ് വാഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് പുതിയൊരു ബ്രാൻഡാണ്. ആക്ച്വലി ഞാനിതൊരു മോളിൽ പോയപ്പം കണ്ടതാണ്. അപ്പോൾ സാലിസിലിക് ആസിഡ് പ്ലസ് ടീ ട്രീ ആണ്. അപ്പോൾ എനിക്കത് നല്ലൊരു കോമ്പിനേഷൻ. സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്താൽ നമ്മൾ പിമ്പിൾസ് ഉള്ളവർക്കൊക്കെ നല്ലതാണ്. പിന്നെ ടീ ട്രീ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ആക്ച്വലി എനിക്ക് ആദ്യമേ പുതിയൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും പിമ്പിൾസ് വരും. ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 ആഴ്ചത്തേക്ക് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പിമ്പിൾസ് വരും. ബട്ട് ഇപ്പോൾ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് പിമ്പിൾസ് വന്നില്ല. അപ്പം എനിക്കത് ഇഷ്ടമായി. പിന്നെ കുറച്ച് പ്രൊഡക്റ്റ് മതി, നന്നായിട്ട് പതയും. അപ്പോൾ അത് ഞാൻ വീണ്ടും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നോക്കട്ടെ, ഞാൻ കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു 3-4 ആഴ്ച കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പിമ്പിൾസ് ഒന്നും പുതുതായിട്ട് വന്നില്ല. ഓക്കെ, എന്തായാലും അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ആ ഒരു ഫേസ് വാഷും. അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഏതാണ് ഫേസ് വാഷെന്ന്. അങ്ങനെ പിന്നെ ഞാൻ ഒരു വുഡിൻ്റെ കോമ്പ് എടുത്തിട്ട് തലയൊക്കെ ചീപ്പി പിന്നെ വെള്ളമൊക്കെ കുടിച്ച് താഴോട്ട് പോവുകയാണ്. അപ്പം തലേന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തലേന്ന് തന്നെ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്തുണ്ടാക്കണമെന്ന്. ഞാൻ താഴേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ അവിടെ ബാംഗ്ലൂർ സ്റ്റോൺ ഇടുകയാണെന്ന്. അങ്ങനെ വീടിൻ്റെ മുറ്റം മുഴുവനും നമ്മൾ സിമെൻറ്റ് ഇട്ടിരിക്കുകയായിരുന്നു, കോൺക്രീറ്റ് ആയിരുന്നു. അത് മൊത്തം ഇടിച്ച് കളഞ്ഞിട്ട് നമ്മൾ ബാംഗ്ലൂർ സ്റ്റോൺ ഇടാനുള്ള ഒരു പുറപ്പാടാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ആ കടയുടെ ഫ്രണ്ടിൽ ഞങ്ങൾ ബാംഗ്ലൂർ സ്റ്റോൺ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ അത് ഒരു 2 ദിവസം ആയിട്ട് എടുത്തു. ഇത് മൊത്തം കോൺക്രീറ്റ് ഫുൾ ഇടിച്ച് കളയാനായിട്ട് 2 ദിവസം എടുത്തു. അങ്ങനെ പിന്നെ നമ്മളുടെ ചെടിയിരുന്ന ചട്ടികളൊക്കെ വലിയ ചെടികളൊക്കെ അവർ പുഴുത് കളഞ്ഞു കേട്ടോ. അവർ തന്നെയാണ് ഇത് റെഡിയാക്കി തന്നത്. ചട്ടികളൊക്കെ അവർ ആ മതിലിൻ്റെ സൈഡിലോട്ട് എടുത്തു വെച്ചു. പിന്നെ ഞങ്ങൾ മതിലൊരു വെള്ള ജസ്റ്റ് ഒരു പെയിൻറ്റ് പോലെ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മുറ്റം വൃത്തിയാക്കണമെന്ന്. അങ്ങനെ അതിൻ്റെ ഒരു സ്റ്റേജിലെത്തിയാണ്. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ നവരാത്രി വ്രതം എടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എനിക്ക് തല കുളിക്കാൻ പറ്റില്ല, എനിക്ക് പനിയാവും രാവിലെ തല കുളിച്ചാൽ. അപ്പോൾ തല കുളിച്ചില്ല. രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായിട്ട് ഞാൻ പിന്നെ 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യും, 5 മിനിറ്റ് പ്രേ ചെയ്യും. അത് കുറേ നാളുകൊണ്ടുള്ളതാണ്. ഇപ്പോൾ നവരാത്രി വ്രതം ആയതുകൊണ്ട് അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത്, ഇടയ്ക്കൊന്ന് ബ്രേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു. ഞാൻ പ്രേ ഒക്കെ ചെയ്ത് താഴോട്ട് വന്നിട്ട് രാവിലെ അമ്മ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ വന്നു.
അപ്പോൾ രാവിലെ ചായക്കുള്ള വെള്ളം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കറിയും ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു. അതായത് ആ മാവിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ആ മാവിൻ്റെ എക്സ്പയറി ഡേറ്റ് 20th ഒക്ടോബറാണ്. അപ്പോൾ എനിക്ക് അതിന് മുന്നേ ഇത് ഫുള്ള് ഉണ്ടാക്കി തീരണം. അപ്പം ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഞങ്ങൾ 5 പേരുണ്ടാവും. അപ്പോൾ എന്തായാലും ആ മാവ് മൊത്തം എടുത്താലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ കുഴച്ചിട്ടില്ല. എനിക്കത് കറക്റ്റ് വരുമോ എന്നൊക്കെ നല്ല ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് വെള്ളമായിരുന്നു. എല്ലാം നല്ല പക്കയായിട്ട് വന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുക. ഞാൻ സാധാരണ 2 ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അത്ര ബുദ്ധിമുട്ട് പോലും ഞാനിത് ഉണ്ടാക്കാനായിട്ട് എടുത്തില്ല. ആക്ച്വലി ഒരു 20 ചപ്പാത്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ടേബിൾ ടോപ്പിൻ്റെ മുകളിൽ വെച്ച് തന്നെ കുഴക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പം. ക്ലീൻ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ നന്നായിട്ട് കുഴച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊക്കെ ഇട്ട് ഒരു 10-20 മിനിറ്റോളം അതവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ക്ലീൻ ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ല, ക്ലീൻ ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് കളയണം. കാരണം അവിടെ വെച്ചിട്ട് തന്നെ വേണം നമുക്കത് പരത്താനും. സോ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിനുശേഷം അതവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കോളിഫ്ലവർ എടുത്ത് കട്ട് ചെയ്തിട്ട് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും എടുത്തൊന്ന് വെള്ളത്തിനകത്തിട്ടൊന്ന് തിളപ്പിക്കും കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കോളിഫ്ലവർ കട്ട് ചെയ്യാണ്. കോളിഫ്ലവർ ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ചെറുതാക്കാറില്ല, അത്യാവശ്യം വലുത്. അതായത് കടിക്കാൻ കിട്ടണം. ചിലതാണെങ്കിൽ കുഴഞ്ഞു പോകുമല്ലോ. അല്ലെങ്കിൽ കുഴഞ്ഞു പോകാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിൽ എക്സ്ട്രാ അതിനകത്ത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്യാവശ്യം വലുതായിട്ട് തന്നെയാണ് അത് കട്ട് ചെയ്യുന്നത്. അപ്പം പാരലലി അതവിടെ കോളിഫ്ലവർ അവിടെ ആവുന്നുണ്ട്. ചപ്പാത്തി അവിടെ കുഴച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി അരിയാണ് കേട്ടോ. ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യും. അത് ഭയങ്കര ആഡംബരത്തിന് വേണ്ടിയിട്ടല്ല, പക്ഷേ എൻ്റെ കൈ ഭയങ്കരമായിട്ട് ഭയങ്കര സെൻസിറ്റീവാണ് എൻ്റെ ഹാൻഡ്. അതുകൊണ്ട് എനിക്ക് ഗ്ലൗസ് യൂസ് ചെയ്യണം. മുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴും എനിക്ക് ഗ്ലൗസ് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൈ നീറും. പിന്നെ ഞാൻ എണ്ണ തേക്കാനും അങ്ങനെയൊക്കെ നടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പിന്നെ ഗ്ലൗസ് യൂസ് ചെയ്തു. അപ്പോഴത്തേക്ക് അമ്മ വന്നു. അമ്മ പിന്നെ എന്തിൻ്റെയൊക്കെയോ വെള്ളം വെച്ചു. അങ്ങനെ ഞാൻ ഇതാണ് കേട്ടോ ഞാൻ ഡഫ് ഉണ്ടാക്കി വന്നപ്പോൾ 20 ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കിയത്. 2 മണിക്കൂർ എടുത്തു. അതെ, ഞാനൊരു 6:30 സ്റ്റാർട്ട് ചെയ്ത് 8:45 ആയപ്പോഴേക്കാണ് എല്ലാം ഒന്ന് കഴിഞ്ഞത്. അങ്ങനെ 20 ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 20 ചപ്പാത്തി ആർക്കാന്ന് ചോദിച്ചാൽ ഞങ്ങൾ മോർണിംഗിൽ എല്ലാവരും, പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഞങ്ങളിവിടെ ചോറുകലം അടച്ചു പൂട്ടും. ഈവനിങ് ഞങ്ങൾ എന്തെങ്കിലും സ്നാക്സേ ഉണ്ടാക്കുള്ളൂ. അത് ചപ്പാത്തി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഈവനിങ് കൂടെ ഇത് ചൂടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ 20 ചപ്പാത്തി ഞാൻ പരത്തി. ഞാൻ പക്ഷേ പ്രതീക്ഷിച്ചില്ല ഇത്രയും. ഞാൻ ആദ്യമേ ആലോചിക്കുമായിരുന്നു ചപ്പാത്തി പരത്തുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ടയേർഡാവും. കാര്യം ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡാവും, ഞാൻ ഭയങ്കരമായിട്ട് വിയർക്കും. പക്ഷേ കാലാവസ്ഥയും നല്ലതായതുകൊണ്ട്, പിന്നെ ഞങ്ങൾ ഓപ്പൺ കിച്ചണാണ്, അതുകൊണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ 20 ചപ്പാത്തി ഞാൻ പരത്തി, അമ്മ ചുട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചപ്പാത്തി കംപ്ലീറ്റ്ലി പരത്തി കഴിഞ്ഞിട്ടാണ് കേട്ടോ കോളിഫ്ലവറിൻ്റെ കറിയിലേക്ക് പോയത്. പിന്നെ സാധാ പോലെ കോളിഫ്ലവറിൻ്റെ കറി എല്ലാവരും വെക്കുന്ന പോലെ തന്നെ ഞാനും വെച്ചു. പിന്നെ എക്സ്ട്രാ ചെയ്തത് ഞാൻ അതായത് ഇങ്ങനെ ചെറുതായിട്ട് വാട്ടിയതിന് ശേഷം ഞാൻ മിക്സിക്കകത്ത് അതിൻ്റെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് മിക്സിക്കകത്തിട്ടുന്ന ഗ്രേവി പോലെ അരച്ചെടുത്തു. അത്രേ എടുത്തോളൂ. അങ്ങനെ നമ്മളുടെ കോളിഫ്ലവർ കറിയും ചപ്പാത്തിയും ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗായ്സ്. നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു 8:49 ആയപ്പോഴേക്കും ഞാൻ റൂമിൽ വന്നു. പിന്നെ കുളി 9:15 ആകുമ്പോഴേക്കും ഞാൻ റെഡിയാവും. 9:30ക്കാണ് എനിക്ക് മീറ്റിംഗ്. സോ ഒരു 9:15 ആകുമ്പോഴത്തേക്കും ഞാൻ റെഡിയാവും. മീറ്റിങ്ങിന് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കും. 9:30ക്കാണ് മീറ്റിങ്ങെങ്കിലും ഏകദേശം ഒരു 9:32 ആകുമ്പോഴേക്കുമേ ഇവിടെ എല്ലാവരും ജോയിൻ ചെയ്യുള്ളൂ. അപ്പം എനിക്ക് കുറച്ചുകൂടി ടൈം കിട്ടും. ഞാനൊരു 9:15 ആകുമ്പോഴത്തേക്കും ഓൺലൈൻ ഉണ്ടാവും. അപ്പം എനിക്ക് അത്രയും കുറച്ചുകൂടി സമയം കിട്ടും. അങ്ങനെ അതൊക്കെ എടുത്തു. ഞാൻ കുളിക്കാനുള്ള പുറപ്പാടിലായിരുന്നു. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ചിലപ്പോൾ ഞാൻ റൂമും ഹോളും ക്ലീൻ ചെയ്യും. സമയമില്ലെങ്കിൽ ഞാൻ റൂം മാത്രം ക്ലീൻ ചെയ്യും. എന്തായാലും മാൻഡേറ്ററി ആയിട്ട് ഞാൻ റൂം ക്ലീൻ ചെയ്തിട്ടേ വർക്ക് ചെയ്യാനായിട്ട് ഇരിക്കാറുള്ളൂ. എനിക്ക് ക്ലീൻ ആയില്ലെങ്കിൽ എന്തോ പോലെയാണ്. പിന്നെ ഇവിടെ മെയിൻ കാര്യം ചെള്ള് ഇവിടെ ഇപ്പോഴും പോയിട്ടില്ല. എനിക്കറിയില്ല, ഇവിടെ വൈറ്റ് പെയിൻ്റ് ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇപ്പോഴും ചെള്ളുണ്ട്. അപ്പം എനിക്കതിനെ കാണുമ്പോൾ തന്നെ എന്തോ പോലെയാണ്. അപ്പോൾ എന്നും രാവിലെ എനിക്ക് ക്ലീൻ ചെയ്യാണ്ട് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്തു. റൂം ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ
കുളിക്കണം, അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ ഞാൻ കിടക്കുകയാണ്. അപ്പം ഞാൻ ഈ ടൈപ്പ് മാക്സി ഡ്രസ്സസ് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. കുറച്ചുള്ളൊരു 3 ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര കംഫോർട്ടബിളാണ്. അതായത് മാക്സി ഇടുമ്പോൾ ഒരുമാതിരി അമ്മച്ചി ലുക്കൊക്കെ തോന്നുമല്ലോ. ഇതാകുമ്പം കുറച്ച് ഒരു മാക്സിയുടെ ഒരു രസമുണ്ട്, ഒരു കംഫോർട്ടബിളുമാണ്, കാണാനും ഒരു ക്യൂട്ട്നെസ്സും ഒക്കെ ഉണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ ആകുമ്പോൾ എനിക്കിത് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിലും ഞാൻ രാവിലെ ഫ്രഷായിട്ട് ഞാൻ വർക്കിന് ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നും. സോ രാവിലെ എണീച്ച് തല കുളിക്കും, വ്രതവും കൂടെ ആയതുകൊണ്ട് എന്തായാലും തല കുളിക്കണം. പിന്നെ ടോണർ യൂസ് ചെയ്യും, പിന്നെ ഒരു മോയ്സ്ചറൈസർ ഇടും, പിന്നെ ലിപ് ബാം ഇടും. ലിപ് ബാം എന്തായാലും ഇടും. എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആണ്, അപ്പോൾ ലിപ് ബാം ഇടാമെന്ന് ഒരു രക്ഷയില്ല. സോ ലിപ് ബാമൊക്കെ ഇട്ട് ഒരു ചെറിയൊരു പൊട്ടൊക്കെ കുത്തി, എല്ലാവരും വിചാരിക്കില്ലേ വർക്ക് ഫ്രം ഹോമായിട്ട് എന്തിനാണ്, പക്ഷേ എനിക്കറിയില്ല. എനിക്ക് എന്നെ തന്നെ ഭയങ്കര വൃത്തിയല്ല, അത്യാവശ്യം ഒരു വീട്ടിൽ അലഞ്ഞു നിൽക്കുന്ന കോലം പോലെ വർക്കിന് ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കുറച്ച് മെയിൻറ്റെയിനായിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ എനിക്ക് വർക്കിന് ഇരിക്കുമ്പോൾ വാച്ച് കെട്ടുന്നത് എനിക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് തരും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വാച്ച് ഒക്കെ കെട്ടിയിട്ടാണ് കേട്ടോ ഇരിക്കാറ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാൻ ആദ്യമേ ചെക്ക് ചെയ്യുന്ന മെയിൽസാണ്, എന്തൊക്കെ വന്നിട്ടുണ്ട്, മാൻഡേറ്ററി ആയിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ തലേന്ന് ഞാൻ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് രാവിലെ നോക്കാനുള്ള, ആഫ്റ്റർനൂൺ എന്തൊക്കെയാണ് നോക്കാനുള്ള. ഈവനിങ് നമുക്ക് കൂടുതലും മീറ്റിങ്സാണ്. അപ്പോൾ മോർണിംഗും ആഫ്റ്റർനൂൺ സെക്ഷനും ആയിരിക്കും വർക്ക് ചെയ്യാനായിട്ടുള്ളത്. ഈവനിങ് ചെയ്ത വർക്കിൻ്റെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ്. അങ്ങനെ പിന്നെ ഞാൻ രാവിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അപ്പം ഏകദേശം 10:15 രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കൂടെയും കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. അത് കഴിക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ ഇങ്ങനെ എനിക്ക് ഇരിക്കുമ്പോൾ കാല് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പം ഞാനൊരു ക്രീം എൻ്റെ ടേബിളിൻ്റെ മുകളിൽ എപ്പോഴും കാണും, അപ്പോൾ അതെടുത്ത് കാലയ്ക്ക് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തു. പിന്നെ ഇവിടെ ഏകദേശം 7:30 ആകുമ്പോൾ തന്നെ പണിക്കാർ വരും. ഭയങ്കര പഞ്ച്വലായിട്ടുള്ള പണിക്കാർ, പെട്ടെന്ന് ഒരു പണിയും കഴിയുന്നുണ്ട്. അങ്ങനെ പിന്നെ അത് ആദ്യമേ ഒരു കോൺക്രീറ്റ് ഫുള്ള് ഇളക്കിയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിറ്റേന്ന് അവർ ഈ ലാൻഡ് കുറച്ചുകൂടെ ഒന്ന് ഇളക്കി മറിച്ചു, ആ ബാംഗ്ലൂർ സ്റ്റോൺ സ്റ്റിഫായിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം ഞാൻ പണിയൊക്കെ നോക്കും. പിന്നെ അവരെന്തെങ്കിലും ഡിസൈനിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവർ വിളിക്കും, ഇന്ന ഡിസൈൻ മതിയോ എന്ന്. ആക്ച്വലി ഒരു ഡിസൈൻ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് അത് പിന്നെ മാറ്റേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയിട്ട് അവരെന്തോ ഡിസൈൻ ചോദിച്ചപ്പോൾ ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പോയത്. അങ്ങനെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് തന്നെ 1:15 ഞാനൊരു 1 മണി തൊട്ട് 2 മണി വരെ എന്തായാലും ലഞ്ച് ബ്രേക്ക് ആയിരിക്കും. അങ്ങനെ ഞാൻ അതൊക്കെ അടച്ചു വെച്ചു. ലഞ്ചിന് പോയത് ഞാൻ എടുത്തില്ല കേട്ടോ. ഞാൻ ക്യാമറ താഴോട്ട് കൊണ്ടുപോയില്ല, അതാണ് കാര്യം. അങ്ങനെ വലിയ കാര്യത്തിലൊന്നും കഴിക്കത്തില്ല. വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് ചോറ് കഴിക്കും, കുറച്ച് ചോറും എന്തെങ്കിലും ഒരു കറി. വ്രതമായതുകൊണ്ട് തന്നെ വലിയ കറിയില്ല. പിന്നെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ട് അത് കഴിക്കും. അതിന് എനിക്ക് ഈ വൈറ്റിനെക്കാട്ടി ഇഷ്ടമുണ്ടല്ലോ മറ്റേ പിങ്കാണ്. പിങ്കിന് ഭയങ്കര ടേസ്റ്റാണ്, പക്ഷേ ഈ വൈറ്റിന് കുഴപ്പമില്ല. പക്ഷെ പണ്ട് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ട് ഇത്രയും കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പം അത്യാവശ്യം ടേസ്റ്റ് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ, ഓരോ സമയത്തെയാണ്. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെ കഴിക്കുന്ന പോലൊരു ഫീലിംഗ് കിട്ടും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉച്ച കഴിഞ്ഞു. എൻ്റെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഗ്രാവലൊക്കെ ഇട്ട് സെറ്റാക്കി. ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ ആ ഡിസൈൻ അവർ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ഡിസൈൻ. അപ്പോൾ ആദ്യമേ അവർ ഹൊറിസോണ്ടലി തന്നെ അവർ കല്ല് വെക്കാമെന്നായിരുന്നു. പിന്നെയാണ് നമ്മൾ ഡിസൈൻ ചേഞ്ചായിട്ട് ഇങ്ങനൊരു ഡയഗണലി കല്ല് വെക്കുന്നത്. പക്ഷേ അത് കുറച്ചുകൂടെ വർക്ക് കൂടുതലാണ് അവർക്ക്. അതായത് സ്റ്റോൺ കട്ട് ചെയ്യേണ്ടി വരും. മറ്റേത് ഹൊറിസോണ്ടലി വെക്കുകയാണെങ്കിൽ ആ സ്റ്റോൺ അതുപോലെ എടുത്തിട്ടാൽ മതി, എൻഡിൽ മാത്രം ആ സ്റ്റോൺ കട്ട് ചെയ്താൽ മതി. പക്ഷേ ഇതാകുമ്പോൾ അങ്ങനെ പോരാ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു, ബ്രേക്കൊക്കെ കഴിഞ്ഞു. ഞാൻ 2 മണി ആയില്ല, അതിന് മുന്നേ തന്നെ ഞാൻ വന്നു. പിന്നെ എനിക്ക് ഉച്ചയ്ക്കും ലഞ്ച് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ലഞ്ച് ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് റെഡിയാവും. അതായത് ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആവാനായിട്ട്. മുടി ചീകുമ്പോൾ തന്നെ നമുക്ക് ഒരു ഉന്മേഷം വരും. പിന്നെ ഞാൻ വീട്ടിലാണെങ്കിലും ഉച്ചയ്ക്ക് ഫുഡ് ഞാൻ ഭയങ്കര ലൈറ്റായിട്ട് കഴിക്കാൻ ശ്രമിക്കും. കാരണം
ഭയങ്കരമായിട്ട് കഴിച്ചാൽ ചിലപ്പോൾ ഉറക്കം വരും. അപ്പോൾ എനിക്ക് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ലൈറ്റായിട്ടായിരിക്കും കഴിക്കാറ്. ഞാൻ പിന്നെ ഒരു ലിപ് ബാമൊക്കെ ഇടും. ഇത് മുടി നന്നായിട്ട് ചീകി വെക്കും, ലിപ് ബാം ഇടും. അപ്പം തന്നെ ഏകദേശം ഒരു ഉഷാറ് വരും. അതിന് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ ഫീറ്റ് കഴുകുമ്പോൾ അതിപ്പോഴും നമുക്ക് കുറച്ചുകൂടി ഒരു ഉഷാറ് വരുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പിന്നെ മീറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു 4:15 എനിക്ക് ആദ്യത്തെ മീറ്റിംഗ് ഉണ്ട്. 4:15 തൊട്ട് 5:15 ഒരു മീറ്റിംഗ്, പിന്നെ 5:30 തൊട്ട് 6 മണി വരെ അടുത്ത മീറ്റിംഗാണ്. അപ്പോഴത്തേക്കും അമ്മയുണ്ടായിരുന്നു. അമ്മ എനിക്ക് ചായയൊക്കെ ഇട്ട് തന്നു. ഞാൻ പിന്നെ ചായയൊക്കെ കുടിച്ചു. പുറത്ത് പണിയൊക്കെ എന്തായെന്ന് നോക്കി നിൽക്കുകയാണ്. കൂടെ അവർ വിളിക്കും. മീറ്റിങ്ങിൻ്റെ ഇടയ്ക്കല്ലെങ്കിൽ ഞാൻ പോയി ജസ്റ്റ് നോക്കും, കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഇത് നോക്കിയപ്പം ഇതാണ് കേട്ടോ ഡയഗണലി. ഞാൻ പറഞ്ഞ ഒരു ഡിസൈൻ മാറ്റിയിട്ട് ഒരു ഡയഗണലി ആക്കി. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഇത്രയും ഭാഗം മാത്രം ഡയഗണലി മതി, ബാക്കി നോർമൽ മതി എന്നാണ്. പിന്നെയും നമ്മൾ ചേഞ്ച് ചെയ്തു. അതാണ് പ്ലാൻസ് കൂടെ ചേഞ്ച്. അവർ കുറച്ചുകൂടെ ഐഡിയാസ് ചോദിക്കും നമുക്ക്. എന്നാൽ അങ്ങനെ ചെയ്തല്ലോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. പിന്നെ ഞാൻ ഫൈനലി പറഞ്ഞു, ഇനി നിങ്ങൾ ഐഡിയാസ് കൊണ്ട് വരണ്ട, ഈ ഒരു ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ജിമ്മിൽ പോകണം. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി. പിന്നെ ഞാൻ ഫസ്റ്റ് മീറ്റിംഗ് കഴിയുമ്പോൾ, അതായത് 4:15 മീറ്റിംഗ് കഴിയുമ്പോഴേക്കും ഞാൻ ഡ്രസ്സ് മാറും. അന്ന് ജിമ്മിൽ പോകാനുള്ള ഡ്രസ്സ് മാറിയിട്ട് ആ ഡ്രസ്സിലാണ് ഞാൻ സെക്കൻഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. പിന്നെ ഇവിടെ വീട്ടിനടുത്തുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ ജിമ്മിലാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് ജിം ഡ്രസ്സൊന്നുമില്ല. വീട്ടിലിടുന്ന ഏതെങ്കിലും ഡ്രസ്സ് തന്നെ, എനിക്ക് കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് എന്തെങ്കിലും ഇട്ടുകൊണ്ട് പോകാനേ എനിക്ക് പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ സെക്കൻഡ് മീറ്റിംഗ് ഞാൻ ആ ഡ്രസ്സ് ഇട്ടാണ്, ഞാൻ പറഞ്ഞില്ല, ആ ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും ഞാൻ അറ്റൻഡ് ചെയ്യാറ്. അങ്ങനെ പിന്നെ ആ മീറ്റിംഗ് ഒരുപാട് നേരമൊന്നും കാണത്തില്ല. ചിലപ്പോൾ 5 to 10 മിനിറ്റ്സേ കാണത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ആ മീറ്റിംഗ് കഴിയുമ്പോൾ അപ്പം ഞാൻ ലാപ്പടിച്ചിട്ട് ഞാൻ ജിമ്മിൽ പോകും. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഓഫീസിൽ പോയാലും എനിക്ക് അങ്ങനെ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് ഉണ്ടെങ്കിൽ പിന്നീട് വന്ന് ചെയ്യാമല്ലോ എന്നാണ്. അങ്ങനെ ദിസ് ഈസ് എൻ്റെ ആപ്സ് വർക്കൗട്ടാണ് കേട്ടോ. ഞാൻ എല്ലാ വർക്കൗട്ട്സിൻ്റെയും കൂടെ ആപ്സ് ചെയ്യാറുണ്ട്. അതെനിക്ക് ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ളൊരു വർക്കൗട്ടാണ്. എനിക്കിഷ്ടമാണ് ചെയ്യാൻ, പക്ഷേ ഇത് നന്നായിട്ട് ആപ്സ് പിടിക്കും. അങ്ങനെ അന്ന് എനിക്ക് വിങ്സ് ആയിരുന്നു വർക്കൗട്ട്. അങ്ങനെ വിങ്സ് ചെയ്തു, ആപ്സ് ചെയ്തു. വിങ്സിൻ്റെ ഏകദേശം 5 വർക്കൗട്ട്. ഇവിടെ വരുമ്പോൾ ഞാൻ 5 വർക്കൗട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അവിടെ പോകുമ്പോൾ ചിലപ്പോൾ 4 വർക്കൗട്ടൊക്കെ. ഇൻഫോസിസിൻ്റെ ജിമ്മിൽ പോകുമ്പോൾ ചിലപ്പോൾ 4 വർക്കൗട്ടാണ്. ഇവിടെയാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ടുള്ളത്. അതായത് ആൾ പറഞ്ഞു തരാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഉണ്ട്. മറ്റിടത്ത് അങ്ങനെ ആളൊന്നുമില്ല. അങ്ങനെ ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചു. ഇവിടെ ഇത് AC കൂടെ അല്ലാത്തതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ക്ഷീണിക്കും. ഓക്കെ, ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ ജിമ്മ്. ശ്രീജി ഫിറ്റ്നസ് പാലസാണ്. ഓക്കെ, ഇത് അവൻ്റെ സർട്ടിഫിക്കറ്റാണ്. ആൾ ഭയങ്കര പുല്ലിയാണ്. ഞങ്ങൾ +2 പഠിക്കുമ്പോൾ തൊട്ട് ആൾ ജിമ്മും എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ആളാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു 7:30 ആകുമ്പോഴത്തേക്ക് എന്തായാലും 2 hours 2 hours അല്ലെങ്കിൽ 1.5 hours, മിനിമം 1.5 hours എന്തായാലും എടുത്ത്, മാക്സിമം പോയി 2 hours. അപ്പോൾ അത്രയും സമയം ഞാൻ എന്തായാലും ജിമ്മിൽ സ്പെൻഡ് ചെയ്യും. ആപ്സ് വർക്കൗട്ടും ഡെയിലി വർക്കൗട്ട്സും കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പെൻഡിങ് വല്ല വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുളിക്കുള്ളൂ. അപ്പം പിന്നെ കുളിച്ചിട്ട് ഉടനെ കിടക്കാമല്ലോ എന്ന് വിചാരിക്കും. അമ്മ കണ്ടാൽ പക്ഷേ സമ്മതിക്കുള്ളൂ കേട്ടോ. അമ്മ പറയും ജിമ്മിൽ നിന്ന് വന്ന് ഉടനെ കുളിച്ചോളം പറയും. അങ്ങനെ ഇന്ന് ആൾ പൊക്കിയാണ് എൻ്റെ കൂടെ പറഞ്ഞു കുളിച്ചില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുളിക്കാൻ പോകുന്ന തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഞാൻ പാട്ടൊക്കെ കേട്ട് സ്പീക്കറൊക്കെ കൊണ്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ കുളിക്കുമ്പോൾ ഒരു എൻജോയ്മെൻ്റ് ആണല്ലോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ വന്നു. ആ ഡ്രസ്സ് തന്നെ ഇട്ടു. പിറ്റേന്ന് എനിക്ക് കഴുകണമല്ലോ. അങ്ങനെ ആ ഡ്രസ്സ് തന്നെ എടുത്തിട്ടു. പിറ്റേന്ന് അത് കഴുകാനായിട്ട് ഇടാമല്ലോ എന്ന് ചോദിച്ചു. പിന്നെ അങ്ങനെ വിയർക്കാറൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അത് ഇടുന്നത് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു എൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പിൽ. അങ്ങനെ പേഴ്സണൽ ലാപ്ടോപ്പൊക്കെ എടുത്തിട്ട് ഞാൻ ബാൽക്കണിയിൽ പോയിരുന്നിട്ട് അതിൻ്റെ കുറച്ച് പണികളൊക്കെ ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് മാഗി കഴിക്കാൻ ഭയങ്കര കൊതിയായി. കുറേ ദിവസം കൂടി എനിക്കിങ്ങനെ മാഗി കഴിക്കണമെന്ന് എനിക്ക് തോന്നലുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് വരുന്ന വഴിക്ക് മാഗി വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ മാഗി ഉണ്ടാക്കി ഞാൻ പിന്നെ വേറൊരു പ്ലേറ്റിനകത്തോട്ട് സെർവ് ചെയ്യണമെന്ന് എനിക്കതില്ല, ആ പ്ലേറ്റിൽ തന്നെ കഴിക്കും. അപ്പം പിന്നെ എനിക്ക് കഴുകാനും കുറച്ചുകൂടി എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വർക്കും
കഴിപ്പും ഒക്കെ പാരലലി നടക്കുന്നുണ്ട്. എനിക്ക് ഓഫീസിൽ നിന്ന് വലിയ വർക്ക് ചെയ്യാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ പേഴ്സണൽ ഇത്രയും പണി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കും. ആക്ച്വലി അതിനകത്ത് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാഗി കഴിക്കുകയും കുറച്ച് പണിയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ കിടക്കാനുള്ളൊരു പുറപ്പാടിലായിരുന്നു. ഞങ്ങൾക്ക് കിടക്കുന്നതിന് മുന്നേ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും ഒരു 5 മിനിറ്റ് എൻ്റെ ഹെയർ മസാജ് ചെയ്യാൻ. അപ്പോൾ അത് മിക്ക ദിവസവും കുഴപ്പമില്ലാണ്ട് അത് പോവാറുമുണ്ട്. എനിക്ക് 5 മിനിറ്റ് ഹെയർ ഒന്ന് മസാജ് ചെയ്ത് കിടക്കുമ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു ആശ്വാസമാണ്. അങ്ങനെ പിന്നെ ഹെയറൊക്കെ മസാജ് ചെയ്ത് അതൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ചിട്ട് നല്ല വെള്ളം കുടിക്കും കേട്ടോ. കിടക്കുന്നതിന് മുന്നേ നല്ല വെള്ളം കുടിക്കും. പിന്നെ ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഫേസ് ക്രീമും അണ്ടർ ഐ ക്രീമും ഒക്കെ ചെയ്തിട്ട് ഈ ലൈറ്റും കത്തിച്ച് വെച്ചിട്ട് ഞാൻ അതേപോലെ കിടന്നുറങ്ങും. പിന്നെ ഞാൻ മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ലെഗ് ക്രീം അപ്ലൈ ചെയ്യുക. ലെഗ് ക്രീം അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നാറുണ്ട്. അതുപോലെ ഒരു ചെറിയൊരു ചൂടാക്കിയിട്ടാണ് ഞാൻ ലെഗ് ക്രീം അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ ചെറിയൊരു ഹോളുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ലെഗ് ക്രീം ഈ ഒരു ക്രീം ഇട്ട് കൊടുത്ത് അത് നല്ല ഫ്ലൂയിഡായിട്ട് വരും. അപ്പോൾ അത് ഞാൻ കാലിൽ അപ്ലൈ ചെയ്യും. എന്നിട്ട് കിടന്നുറങ്ങാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗായ്സ്, ടേക്ക് കെയർ.